എല്ലായ്പ്പോഴും വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു പെപ്പ് ഗോർഡിയോള. ഗ്രൗണ്ടിന് പുറത്തും അതെ. ബാഴ്സലോണക്ക് സ്വപ്ന സമാനമായ ഒരു കാലഘട്ടം നിർമ്മിച്ചു നൽകിയാണ് അയാൾ ക്യാമ്പ് നൗവിന്റെ പടിയിറങ്ങിയത്. ആദ്യ സീസണിൽ തന്നെ ചിരവൈരികളായ റയൽ മാഡ്രിഡ് 2 വർഷമായി കൈയടക്കി വെച്ച ലാലിഗ കിരീടം തിരിച്ചു പിടിക്കുന്നു. കോപ്പ ഡെൽറേയും ചാമ്പ്യൻസ് ലീഗും ആ വർഷം തന്നെ നേടി ട്രിപ്പിൾ കിരീടം എന്ന ചരിത്രവും കുറിക്കുന്നു. വെറും 4 വർഷത്തിനിടക്ക് 14 ട്രോഫികളാണ് അയാൾ കാറ്റലോണിയക്കാരുടെ ഷെൽഫിൽ എത്തിച്ചത്. 2 ചാമ്പ്യൻസ് ലീഗ് കിരീടവും 3 ലാലിഗ കിരീടവും 2 കോപ്പ ഡെൽറേയും 2 യുഎഫ സൂപ്പർ കപ്പും 2 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും 3 സൂപ്പർ ഡി കോപ്പ എസ്പാനയും. ബാഴ്സ കഴിഞ്ഞ് നേരെ അദ്ദേഹം പോയത് ന്യൂയോർക്കിൽ ഒളിവു ജീവിതത്തിനാണ്. പല വൻ ക്ലബ്ബുകളും വൻ തുക ഓഫർ ചെയ്തെങ്കിലും ഇടവേള എന്ന തീരുമാനത്തിൽ അയാൾ ഉറച്ചു നിന്നു. പിന്നീട് പൊന്തിയത് ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിന്റെ തട്ടകത്തിലാണ്. ദിവസവും മണിക്കൂറുകളോളം ജർമ്മൻ ഭാഷ പഠിച്ചാണ് മ്യൂണിക്കിൽ അയാൾ കളി മെനഞ്ഞത്. അവിടെ നിന്ന് 3 സീസണിലും ലീഗ് കിരീടം, 2 DFB പോക്കൽ കിരീടം, ഓരോ വീതം യുഎഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും. ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന മോഹം പൂവണിയാതെയാണ് പക്ഷേ അയാൾ മ്യൂണിക്ക് നഗരം വിട്ടത്. ശേഷമാണ് ലീഗുകളിലെ കൊമ്പൻ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ തട്ടകത്തിലെത്തുന്നത്. ആദ്യ സീസണിൽ 3ാമതെത്തിയ ടീം 2ാം സീസണിൽ 100 പോയിന്റ് എന്ന അവിസ്മരണീയ നേട്ടത്തോടെ 1ാമതെത്തി. 136 വർഷത്തെ പാരമ്പര്യമുള്ള സിറ്റി അക്കാലയളവിൽ നേടിയ ട്രോഫികളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ട്രോഫികൾ സിറ്റിക്കൊപ്പമുള്ള 10 വർഷത്തിനിടയിൽ ഗോർഡിയോള നേടിക്കൊടുത്തു. 6 പ്രീമിയർ ലീഗ് കിരീടവും 1 ചാമ്പ്യൻസ് ലീഗ് കിരീടവും 3 FA കപ്പും 5 കരബാവോ കപ്പും 3 FA കമ്മ്യൂണിറ്റി ഷീൽഡും ഓരോ വീതം യുഎഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും. മാഞ്ചസ്റ്റർ എന്ന് കേട്ടാൽ യുണൈറ്റഡിനേക്കാൾ മുന്നേ സിറ്റിയെ ഓർക്കുന്ന തലമുറയെ സൃഷ്ടിച്ചാണ് പെപ്പ് പടിയിറങ്ങുന്നത്. ഒന്നിലും പിടിതരാത്ത അയാൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും അനശ്വരനായി എത്തിഹാദിന്റെ നോർത്ത് സ്റ്റാൻഡിൽ അയാളുടെ സ്റ്റാച്യു തല ഉയർത്തി നിൽപ്പുണ്ടാകും.